ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വാൻസ് F2L കുറിച്ചാണ്. അപ്പോൾ F2L എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം. നമ്മൾ ബോട്ടം ക്രോസിന് ശേഷം ഫസ്റ്റ് ലേയേഴ്സ് ഒരുമിച്ച് സോൾവ് ചെയ്യുന്നതാണ് F2L. ആദ്യം നമ്മൾ കോർണർ പീസിനെ ഇൻസേർട്ട് ചെയ്ത് പിന്നീട് അതിൻ്റെ എഡ്ജ് പീസിനെ ഇൻസേർട്ട് ചെയ്യാതെ ഇതിനെ രണ്ടിനെയും പെയർ ചെയ്ത് ഒരുമിച്ച് ഇൻസേർട്ട് ചെയ്യുന്നതിനാണ് F2L എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഫിഷ്യൻ്റായി അഡ്വാൻസ് ലെവലിൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് കയറി നോക്കുക. ഇതൊരു കംപ്ലീറ്റ് മലയാളം ക്യൂബിംഗ് ചാനലാണ്. റൂബിക്സ് ക്യൂബിൻ്റെ ബേസിക്സ് മുതൽ അഡ്വാൻസ് വരെയുള്ള ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ കണ്ടിഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ F2Lൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. F2L എങ്ങനെ ചെയ്യാം, ഇതൊരു അൽഗോരിതംസ് പഠിച്ച് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പല്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നതിന് മുന്നേ അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് F2Lൻ്റെ ഒരു ബേസിക്സ് കിട്ടും. അതിൻ്റെ ഒരു അഡ്വാൻസ് വേർഷനാണ് ഈ വീഡിയോ. നമുക്ക് ഈ കേസ് ഒന്ന് നോക്കാം. ഈ പെയറൊന്ന് നോക്കാം, ഗ്രീൻ ഓറഞ്ച് വൈറ്റിൻ്റെ പെയർ. അപ്പോൾ നമ്മൾ ബിഗിനർ F2L വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം അതിൻ്റെ എഡ്ജ് പീസിനെ പുറത്തെടുക്കുന്നു, ഈ ഒരു പൊസിഷനിലേക്ക് എത്തിക്കുന്നു, എന്നിട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. അഡ്വാൻസ് ആണെങ്കിൽ നിങ്ങൾക്കത് ഈസിലി തന്നെ ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ ബിഗിനർ F2L ആണെങ്കിൽ ഫസ്റ്റ് മിഡിൽ ലെയറിലുള്ള പീസിനെ പുറത്തെടുക്കുന്നു, എന്നിട്ട് പെയർ ചെയ്യുന്നു, എന്നിട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ ബിഗിനർ ലെവലിൽ നിന്ന് ആലോചിക്കുമ്പോൾ 3 സ്റ്റെപ്സ് വരുന്നുണ്ട്. പുറത്തെടുക്കണം, പെയർ ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം. അഡ്വാൻസിലാവുമ്പോൾ നമ്മൾ ഈ പീസിനെ പുറത്തെടുക്കുമ്പോൾ തന്നെ ആ കറക്റ്റ് പൊസിഷനിൽ വരുത്തണം. എന്നാൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ മാത്രമേ അതിനുശേഷം വരുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കാം, ഈ പീസിനെ ആദ്യം നമ്മൾ പുറത്തെടുക്കുമ്പോൾ തന്നെ ആ ഒരു പെയർ ചെയ്യാൻ പറ്റുന്ന പൊസിഷനിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഓറഞ്ച് ടോപ്പിലാണ്, അപ്പോൾ ഗ്രീൻ ഇവിടെ വരണം, അല്ലെങ്കിൽ ഈ ഓറഞ്ച് ഇവിടെ വരണം. അപ്പോൾ നമുക്ക് ഗ്രീനിനെ ഇവിടേക്ക് വരുത്താം, ഗ്രീൻ കളർ ഇവിടെ വരണം, എന്നാലേ നമുക്ക് ഈസിലി ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പുറത്തെടുക്കുമ്പോൾ തന്നെ ഗ്രീനിനെ ഇവിടേക്ക് എത്തുന്ന രീതിയിൽ പുറത്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈസിലി ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ബിഗിനറിൽ 3 സ്റ്റെപ്സായി ചെയ്യുന്നത്, അഡ്വാൻസിൽ 2 സ്റ്റെപ്സിൽ ചെയ്യണം. ആ പീസിനെ പുറത്തെടുക്കുമ്പോൾ തന്നെ ആ പെയർ ചെയ്യാൻ പറ്റുന്ന പൊസിഷനിലേക്ക് എത്തിക്കണം. പൊസിഷനെ കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഇതിൽ റിപ്പീറ്റ് ചെയ്യാത്തത്. പിന്നെ F2L ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് പെയറാണോ ഉദ്ദേശിക്കുന്നത് ആ പെയറിൻ്റെ കറക്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റിന് തൊട്ട് മേലെ വന്ന് പെയർ ചെയ്യണം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്ക് എവിടെ വെച്ചാണ് പെയർ ചെയ്യാൻ ഈസി അത് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ പെയർ നമുക്ക് എടുക്കാം, ഇൻസേർട്ട് ചെയ്യാം. അല്ലാതെ ആ കറക്റ്റ് ആ ഡെസ്റ്റിനേഷൻ പോയിന്റിൻ്റെ മുകളിൽ വെച്ച് തന്നെ പെയർ ചെയ്യണമെന്നോ നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മളത് പെയർ ചെയ്യുന്ന സമയത്ത് വേറെ കറക്റ്റ് ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാതെ നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ കോർണർ പീസാണ് ബോട്ടം ലെയറിലെങ്കിൽ അതിനെ പുറത്തെടുക്കുമ്പോൾ തന്നെ ഒന്നുകിൽ ഈ 2 പീസും പെയർ ആയിരിക്കണം, അല്ലെങ്കിൽ ആ 3 മൂവ്സിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിനാദ്യം പുറത്തെടുക്കുമ്പോൾ നമ്മൾ യൂഷ്വലി പുറത്തെടുത്തു, എന്നിട്ട് പെയർ ചെയ്യാതെ നമുക്ക് ആ ഒരു 3 മൂവ്സിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ അതിനെ അലൈൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ റെഡാണ്. ഈ റെഡ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ്റെ ഓപ്പോസിറ്റ് വരണം, അപ്പോഴല്ലേ നമുക്ക് ആ 3 മൂവ്സിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്ത് കാണിക്കാം. റെഡ് നമുക്ക് ഈസിലി ഇവിടേക്ക് പുറത്തെടുക്കാം, അപ്പോൾ റെഡിൻ്റെ ഓപ്പോസിറ്റ് വരണം ഗ്രീൻ. അപ്പോൾ ഗ്രീനിനെ ഇവിടെ വെച്ചു, റെഡിനെ പുറത്തെടുത്തു, അപ്പോൾ നമുക്ക് ഈസിലി ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പുറത്തെടുക്കുമ്പോൾ തന്നെ ആ ഒരു പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം, ഈ ഒരു പൊസിഷൻ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത്. ടോപ്പ് കളേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതും ആ ഒരു പൊസിഷനിലേക്ക് എത്തിക്കണം, എന്നാൽ നമുക്ക് ഈസിലി ഇൻസേർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു കേസ് നോക്കാം. കുറച്ച് മുമ്പ് പറഞ്ഞ പോലത്തെ ഒരു കേസാണ്. ഇതിനെ നമ്മൾ പുറത്തെടുക്കുമ്പോൾ
ഇങ്ങനെ പുറത്തെടുത്താൽ കളേഴ്സ് മാച്ച് ആവില്ല. നമുക്ക് പിന്നെ അത് സ്പ്ലിറ്റ് ചെയ്യാൻ പിന്നെയും മൂവ്സ് ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഗ്രീനിനെ ടോപ്പിൽ വരുത്താതെ ഓറഞ്ചിനെ ടോപ്പിൽ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്പോസിറ്റ് പൊസിഷനിലേക്ക് വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ ഓറഞ്ചിനെയാണ് പുറത്തെടുക്കേണ്ടത്. ഇനി ഓറഞ്ചിനെ പുറത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഗ്രീൻ വന്നു കഴിഞ്ഞാൽ ഓറഞ്ച് എവിടെ വരണം? ഇവിടേക്ക് വരണം. എന്നാലല്ലേ ആ ഒരു പൊസിഷൻ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഓറഞ്ചിനെ ഇവിടേക്ക് എത്തിക്കണം. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ 3 മൂവ്സ് തന്നെ ഇൻസേർട്ട് ചെയ്യാം. ഇനി നമ്മൾ ബിഗിനർ F2L ചെയ്യുമ്പോൾ ഈ ഒരു പെയർ നോക്കി നോക്കാം. ഇതിനെ നമ്മൾ പെയർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് വരെ കൊണ്ടുവന്ന് എന്നിട്ട് വേണം ആ പൊസിഷനിലേക്ക് വെക്കാൻ. പക്ഷെ അഡ്വാൻസ് ആയിക്കുമ്പോൾ നമുക്ക് എവിടെ നിന്നാണോ പീസ് കാണുന്നത് അവിടുന്ന് തന്നെ അതിനെ പെയർ ആക്കാം. അതിനെ കറക്റ്റ് ആ പൊസിഷനിൽ കൊണ്ടുവരണം എന്നൊന്നുമില്ല. ഇവിടെ ഒന്നും ബ്രേക്ക് ആവാത്തടത്തോളം കാലം നമുക്കത് ഇവിടുന്ന് തന്നെ പെയർ ചെയ്യാം. ആൻഡ് ദെൻ ബാക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ക്യൂബ് റൊട്ടേറ്റ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് ബാക്കിൽ തന്നെ ഇൻസേർട്ട് ചെയ്യാം. ബിഗിനർ F2L ചെയ്യുന്ന പോലെ ഒരു പെയർ കറക്റ്റ് ആയാൽ നമ്മളതിനെ ടേൺ ചെയ്ത് ഫ്രണ്ട് സ്ലോട്ട് തന്നെ ഇൻസേർട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കത് ബാക്കിൽ തന്നെ ചെയ്യാൻ പറ്റും. ആ ഫിംഗർ ട്രിക്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിൽ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കി ഫ്രണ്ടിൽ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാനും ലുക്ക് ഹെഡിനൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അഡ്വാൻസ് F2Lൻ്റെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഓരോരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസിൻ്റെ ഏകദേശം ചില കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒപ്പം തന്നെ ഫിംഗർ ട്രിക്സും നന്നായി ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായം ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.